പറഞ്ഞത്. ദുൽഹജ്ജ് 9 നോമ്പെടുക്കൽ ഏറ്റവും പുണ്യമുള്ള നോമ്പാണ്. അറഫയുടെ നോമ്പെന്ന് പറയുന്നത് അതിന്റെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ ദോഷം അത് പൊറുപ്പിക്കും, ഇനി വരുന്ന ഒരു കൊല്ലത്തെ ദോഷവും അത് പൊറുപ്പിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അറഫയുടെ നോമ്പ് ഒരാൾ എടുത്താൽ അദ്ദേഹത്തിന് ഒരു കൊല്ലവും കൂടി ഇവിടെ ആയുസ്സുണ്ടാകാനുള്ള സാധ്യതയും കൂടിയാണ് ലഭിക്കുന്നത്. കാരണം അടുത്ത കൊല്ലത്തെ ദോഷവും കൂടി പൊറുക്കുന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഒരു കൊല്ലത്തെ ഒരു ചെറിയ വാറന്റിയും കൂടി ആ നോമ്പിലൂടെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ശരി, ഞാൻ പറഞ്ഞു വരുന്നത് അറഫയുടെ നോമ്പ് അതിമഹത്തായ നോമ്പാണ് ദുൽഹജ്ജ് 9. എന്നാൽ യൗമുത് തർവിയത്തിന്റെ നോമ്പ്, അതായത് ദുൽഹജ്ജ് 8 അന്നുള്ള നോമ്പ്, അന്നത്തെ നോമ്പും പ്രത്യേകം പുണ്യമുള്ള നോമ്പാണ്. പ്രത്യേകിച്ച് ഈ വർഷം ഇവിടെ കേരളം പോലെ തന്നെ അല്ലേ മാസം, അല്ലേ? മക്കയിലെ പോലെ അല്ലല്ലോ, അല്ല. അങ്ങനെ വരുമ്പോൾ ഈ കൊല്ലം ദുൽഹജ്ജ് 9 മക്കയിൽ ദുൽഹജ്ജ് 9 ആകുമ്പോ ഇവിടെ ദുൽഹജ്ജ് 8 ആയിരിക്കും. അപ്പോൾ ആ വലിയ പുണ്യം നടക്കുന്ന ദിനം, ആ ദിനത്തിൽ നമ്മൾ നോമ്പുകാരാവുക എന്നത് വളരെയേറെ പുണ്യമുള്ളതായതിനാൽ ഇക്കൊല്ലത്തെ 8 നോമ്പ് അത് എന്തായിരുന്നാലും എടുക്കാതിരിക്കരുത് എന്നുകൂടി